നമസ്കാരം. എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൈവിഷ ദോഷവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ സീരീസിൻ്റെ 3ാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൈവിഷ ദോഷത്തിന് സ്വന്തമായിട്ട് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. അതിനു മുൻപ് ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനിഷ്ടങ്ങൾ ലൈക്ക് മുഖേന രേഖപ്പെടുത്താം. കൂടുതൽ ലൈക്കുള്ള മേഖലയിൽ നിന്നും കൂടുതൽ അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇതിനു മുൻപ് 2 വീഡിയോകൾ നമ്മൾ കൈവിഷത്തെക്കുറിച്ച് കണ്ടിരുന്നു. 1ാമത്തെ വീഡിയോയിൽ കൈവിഷം നമ്മുടെ ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. 2ാം ഭാഗത്തിൽ കൈവിഷ വിഭാഗത്തിൽ തന്നെ ഏറ്റവും വലിയ വിഷമായ കൂട്ടുവിഷം അഥവാ ഗരം എന്ന വിഷത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇനി 3ാം ഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇത്തരത്തിലുള്ള കൈവിഷം നമുക്കേറ്റുകഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിന് വീണ്ടും ആ പഴയ തേജസ്സും അതോടൊപ്പം തന്നെ ആരോഗ്യവും നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ചില ഔഷധ കൂട്ടുകളെക്കുറിച്ചും ചില ആയുർവേദ മെഡിസിനെ കുറിച്ചുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൈവിഷത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുക പ്രകൃതി വിഷമാണ് എന്ന്. എന്നാൽ പ്രകൃതി വിഷങ്ങൾ മാത്രമാണോ കൈവിഷത്തിന് ഉപയോഗിക്കുക? പ്രകൃതി വിഷങ്ങൾ മാത്രമല്ല കൈവിഷത്തിന് ഉപയോഗിക്കുന്നത്. ചില മന്ത്രങ്ങൾ, ദുർമന്ത്രങ്ങളും ആഹാര പദാർത്ഥത്തിലൂടെ ജപിച്ച് അടച്ച് ശത്രുക്കൾ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് നൽകാറുണ്ട്. അതും കൈവിഷമാണ്. പക്ഷേ അവിടെ പ്രകൃതി വിഷം ഭക്ഷ്യവസ്തുക്കളിൽ കലർത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവരെന്താ ചെയ്തത്? ചില ദുർമന്ത്രങ്ങൾ ഭക്ഷണത്തിൽ ജപിച്ച് അടച്ചു. ഇതും കൈവിഷം തന്നെയാണ്. ഒരു പക്ഷേ പ്രകൃതി വിഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കൈവിഷത്തെക്കാൾ 10 മടങ്ങ് ശക്തിയാണ് ഇത്തരത്തിലുള്ള ദുർമന്ത്രങ്ങളിലൂടെ ചെയ്യുന്ന കൈവിഷങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ എന്ത് ചെയ്യും? ചൊറിച്ചിലുണ്ടാകും, അടരും, അതുപോലെ തന്നെ പറ്റല്, ചുണങ്ങ് ഇതൊക്കെ ഉണ്ടാവുകയും ഇതൊക്കെ നമ്മുടെ മനസ്സിനെ തന്നെ സാരമായി ബാധിക്കുകയും ഒടുവിൽ നമ്മൾ മാനസികമായിട്ടൊക്കെ തളർന്ന് ക്ഷീണിച്ചു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ പ്രകൃതി വിഷങ്ങൾ 2 രീതിയിൽ നമ്മുടെ ശരീരത്തെത്താം. അതിലൊന്ന് അറിഞ്ഞുകൊണ്ടൊരാൾ നൽകുന്നു, 2 ആകസ്മികമായി ഭക്ഷ്യവസ്തുക്കളിൽ ഇത്തരം വിഷമയമായ ജീവികൾ ഭക്ഷ്യവസ്തുക്കളിൽ കലർന്ന് നമ്മുടെ ഉള്ളിൽ പോകാം. അത് കൈവിഷദോഷമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകും. ഇനി മറ്റൊന്നാണ് ദുർമന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൈവിഷം. ദുർമന്ത്രങ്ങളെ ഏതെങ്കിലും ഭക്ഷ്യവസ്തുവിൽ ജപിച്ചടച്ച് നമുക്ക് ഭക്ഷിക്കാൻ തരികയാണ്. ഇങ്ങനെ ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ ആ മന്ത്രം കടക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദുർമന്ത്രങ്ങൾ ജപിച്ച ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആ ദുർമന്ത്രം നമ്മുടെ ശരീരത്തെത്തുകയും അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ദോഷം ആയിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ തളർന്നു പോകുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് തളർന്നു, നമ്മുടെ ശരീരം ക്ഷയിച്ചു, നമുക്ക് ഉറക്കമില്ലാതെയായി, ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. പതിയെ നമ്മളെല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഏകാന്തമായൊരു ജീവിതം തന്നെ സ്വപ്നം കണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ വ്യർത്ഥമായി പോകും. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം വേണ്ടേ? കൈവിഷം ഏറ്റുകഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ലളിതമായിട്ട് ഒരു മാന്ത്രികനെയും സമീപിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചില മെഡിസിൻ വാങ്ങി കഴിക്കാം. ഇതിന് ശരീരത്തിന് യാതൊരു ഹാനിയും ഉണ്ടാക്കുന്ന മെഡിസിൻ അല്ല, നമുക്ക് ആയുർവേദ കടകളിലൊക്കെ ലഭിക്കുന്നതാണ്. കൈവിഷ ദോഷ പരിഹാരത്തിനുള്ള യഥാർത്ഥമായ ഒരു ആയുർവേദ ഔഷധത്തെ നിങ്ങൾക്കിനി ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്.
ആയുർവേദ ഷോപ്പിൽ ലഭിക്കുന്ന കൈവിഷത്തിന് ജപിച്ചു കുടിക്കുന്ന ഒരു നെയ്യുണ്ട്. ആ നെയ്യ് വാങ്ങി സേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നെയ്യിന്റെ പേര് പഞ്ചഗവ്യ കൃതം എന്നാണ്. കൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് എന്നാണ്. പഞ്ചഗവ്യം എന്ന നെയ്യാണ് കൈവിഷദോഷത്തിന് ജപിച്ചു കുടിക്കേണ്ടത്. ജപിച്ചില്ല എങ്കിൽ പോലും കൈവിഷദോഷം, അതായത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള എല്ലാ വിഷത്തെയും ഹനിക്കുന്ന തരത്തിലുള്ളതായ ഔഷധ കൂട്ടുകളാൽ സമ്പുഷ്ടമാണ് ഈ പഞ്ചഗവ്യം. അതുകൊണ്ട് മന്ത്രം ജപിക്കാതെ ഇത് അല്ലാതെ കഴിക്കുന്നതും ശരീരത്തിന് ഉത്തമമാണ്. അപ്പോൾ ഇത്തരം നെയ്യിൽ മറുമന്ത്രം കൂടി അടച്ചു കഴിഞ്ഞാൽ മന്ത്രം കൊണ്ടുള്ള കൈവിഷവും നശിക്കുന്നതാണ്. പൂജിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ക്ഷേത്രത്തിൽ അവിടുത്തെ പൂജാരിയെ ഏൽപ്പിച്ചാൽ മതിയാകും, അദ്ദേഹം ജപിച്ചു തരും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂജിക്കാതെ കഴിച്ചാലും ഫലസിദ്ധി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ വിഷങ്ങളൊക്കെ പോകും. വിഷം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടായ എന്ത് മാറ്റങ്ങൾക്കും പരിഹാരമാണ് ഈ മഹാപഞ്ചഗവ്യം അല്ലെങ്കിൽ പഞ്ചഗവ്യ കൃതം എന്ന് പറയുന്ന നെയ്യ്. ഈ നെയ്യ് കഴിക്കേണ്ടുന്ന വിധത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പുലർച്ചെ എഴുന്നേൽക്കുക. യാമക്കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പ്രയാസമായിരിക്കും. നമ്മുടെ ബാങ്ക് വിളിക്കുന്ന സമയം എഴുന്നേറ്റ ശേഷം നമ്മുടെ ഈ മെഡിസിൻ പഞ്ചഗവ്യം എന്ന ഈ മെഡിസിൻ കുപ്പിയോടെ എടുക്കുക. ഒരു പേപ്പറോ മറ്റോ കത്തിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് ഉരുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും ഈ കട്ടിയായിരിക്കുന്ന നെയ്യിൽ നിന്നും എന്ത് ചെയ്യുക, മെൽറ്റ് ചെയ്തെടുക്കുക, ഉരുക്കിയെടുക്കുക. ആ 1 ടേബിൾ സ്പൂൺ നെയ്യ് വെറും വയറ്റിൽ പ്രഭാതത്തിൽ ഭക്ഷിക്കുക. 1 കുപ്പി പഞ്ചഗവ്യം നെയ്യ് നമുക്കൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് രാവിലെയും വൈകുന്നേരവും കഴിക്കുക. കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആയുർവേദ മെഡിസിനാണ്, പഥ്യം നോക്കേണ്ടതുണ്ട്. മീൻ, മുട്ട, മത്സ്യം, മാംസം, പുകയില, മറ്റ് ലഹരി വസ്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ ഇത് കുടിച്ചു തീരുന്നത് വരെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും ആദ്യം ഇത് കുടിച്ചു തീരാൻ നോക്കരുത്. സമയമെടുത്ത് തന്നെ കുടിക്കുക. 1 ടേബിൾ സ്പൂൺ വെച്ച് മാത്രം കുടിക്കുക. എത്രത്തോളം കുറേശ്ശെ സേവിച്ച് നമ്മൾ ഇത് തീർക്കുന്നുവോ അത്രത്തോളം ഫലസിദ്ധി ഉണ്ടാകും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് എത്ര ദിവസം കൊണ്ട് നമ്മൾ കുടിച്ചു തീർത്തോ അതിൻ്റെ പകുതി ദിവസം കൂടി നമ്മൾ ഈ വ്രതം നോക്കുക. പലരും അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ബ്രഹ്മചര്യമൊക്കെ ബ്രഹ്മചര്യ വ്രതവും വേണമെന്ന്. അതിൻ്റെ ആവശ്യമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രം പദ്യമായി നിങ്ങൾ നോക്കിയാൽ മതിയാകും. ഈ പഞ്ചഗവ്യം നെയ്യ് സേവിക്കുന്നത് കൊണ്ട് ശരീരത്തിന് യാതൊരുവിധ ഹാനിയും വരാനില്ല. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, അറിഞ്ഞോ അറിയാതെയോ ഭക്ഷ്യവസ്തുക്കളിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിഷവസ്തുക്കളോ മായമോ ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈശ്വരൻ്റെ കോടതിയിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളതിന് പരിഹാരം ചെയ്യണം. ഈ അറിവ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.